ഷിരൂരിൽ നിന്ന് കെ.വി. ബൈജുവും കോഴിക്കോട് അർജുന്റെ വീട്ടിൽ നിന്ന് വിനേഷ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം ബൈജുവിലേക്ക് പോവുകയാണ്. ബൈജു, അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുകയാണ്. അവിടെയുള്ള ഈ രക്ഷാപ്രവർത്തകർ, കോഴിക്കോട് നിന്നുള്ള രക്ഷാപ്രവർത്തകരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വേണ്ട രീതിയിൽ ഒരു ഊർജിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നാവികസേനയുടെ ഭാഗത്തുനിന്നും അവിടുത്തെ സേനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്നാണ്. അതിനിടെ ഈ കരയും പുഴയും ചേരുന്ന ഭാഗത്താണ് ഇപ്പോൾ നിലവില് രക്ഷാപ്രവർത്തനം നടക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം എന്താണ് ബൈജു? ടോമെ, പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ, അതാണ് ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാവികസേനയാണ് ഇന്ന് തെരച്ചിലിന് പ്രധാനമായും നേതൃത്വം നൽകുന്നത്. കരസേനയും ഒപ്പമുണ്ട്. കരസേന ഇത്തരത്തിൽ റഡാർ ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ലോറി കണ്ടെത്താൻ സാധിക്കുമോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. കരസേനയാണ് കൃത്യമായ പരിശോധന നടക്കുന്നത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ശക്തമായ മഴയാണ്. അത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം ഉണ്ടായിട്ടില്ല. രാവിലെ ഈ കേരളത്തിൽ നിന്നൊക്കെ എത്തിയ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ഇത്തരത്തിൽ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടവരെ തടയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഏതായാലും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 25 പേരെ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ഇന്നും ഈ പ്രദേശത്ത് അനുമതിയില്ല. മാധ്യമപ്രവർത്തകർ 2 കിലോമീറ്റർ ദൂരം നമ്മൾ ഉൾപ്പെടെ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം 3 മണിയോടുകൂടി ഒരു അപ്ഡേറ്റ് സൈന്യം തരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ ഉണ്ടായ പ്രവൃത്തികളുടെ ഒരു അപ്ഡേറ്റ് 3 മണിക്കോടുകൂടി നൽകുമെന്നാണ് സൈന്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും MLA-മാർ ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഇവിടെയുണ്ട്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്. വലിയ സമ്മർദ്ദമുണ്ടായി. അത് എന്നിട്ടും 8ാം നാളും അർജുൻ എവിടെ എന്ന ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നമുക്കുള്ളത്. അത് മാത്രമല്ല, ഈ പ്രദേശത്തെ രണ്ടുപേരെയും കൂടി കാണാതായിട്ടുണ്ട്. ഈ കർണാടക സ്വദേശികളായ 2 പേരെ കാണാതായിട്ടുണ്ട്. അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. ഈ ലോറി എത്രയും പെട്ടെന്ന് കണ്ടെത്തുക. ഈ ലോറിക്കകത്ത് ഇപ്പോഴും അർജുനുണ്ട്. പക്ഷേ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെയൊക്കെ അർജുനെ ജീവനോടെ കൊണ്ടുപോകാം എന്ന ഒരു പ്രതീക്ഷയാണെങ്കിൽ ഇപ്പോൾ അതിന്മേലെല്ലാം മങ്ങലേൽ ഏറ്റിരിക്കുന്നു. കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നു. തിരച്ചിലിനെ അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ തുടങ്ങിയ ആശങ്കകൾ ഒരുപാടുണ്ട്. വലിയ സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് പരിശോധന നടത്തി ഈ ആഴമേറിയ പുഴയിൽ, വലിയ കുത്തൊഴുക്കൊക്കെ ഉള്ള ഈ പുഴയിൽ നിന്നും ഇനി കുറച്ചുകൂടി മഴ ശക്തമായാൽ പുഴയിലെ അവസ്ഥ വളരെ ഇതിനെ ബാധിക്കും, രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും. ഏതായാലും നാവികസേന ഊർജിതമായി തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഡ്രോണും മറ്റ് സംവിധാനങ്ങളും റഡാറും ഒക്കെ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട്. നിലവിൽ ഇതുവരെ അല്പസമയം മുമ്പ് AK മഷറഫ് ഈ പ്രദേശത്ത് എത്തി നമ്മോട് സംസാരിക്കുകയുണ്ടായി. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഇതുവരെയുള്ള ഈ പുരോഗതി, ഇതിന്റെ തെരച്ചിലിന്റെ പുരോഗതി സൈന്യം 3 മണിക്ക് ഔദ്യോഗികമായി തന്നെ അറിയിക്കുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ടോം.